എല്ലാവർക്കും ജസ്റ്റ് അന്വേഷിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ അമ്മ ഉണ്ടാക്കാൻ പോകുന്ന ബ്രെഡ് സ്നാക്ക് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തുടങ്ങാം. അതിനായി ഞാൻ ആദ്യം ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞു, ഒരു സവാളയുടെ പകുതി അരിഞ്ഞു, ഒരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം അരിഞ്ഞു, പിന്നെ ഒരു പീസ് ചിക്കൻ ചെറുതായി, വളരെ ചെറുതായാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അത് വേവാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞു വെച്ചു. ഇത് 2 ചീസും 4 ബ്രെഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഗ്രേറ്റഡ് ചീസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിലിപ്പോൾ ഈ ചീസാണുള്ളത്, ഞാനത് ഗ്രേറ്റ് ചെയ്തെടുക്കും. പിന്നെ വേണ്ടത് പിസ്സ സോസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടൊമാറ്റോ സോസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും, ഒരു പിഞ്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒറിഗാനോയും ബേസിലും. അത് ബേസിലില്ലെങ്കിൽ ഒറിഗാനോ ലീസെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് പിസ്സ സോസ് വാങ്ങിക്കുക. പാൻ ചൂടാക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ഫ്രൈങ് പാനാണ് എടുത്തിട്ടുള്ളത്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒലീവ് ഓയിലോ അങ്ങനത്തെ കോക്കനട്ട് ഓയിൽ ഇതിന് യൂസ് ചെയ്യരുത്, കാരണം കോക്കനട്ട് ഓയിലിൻ്റെ മണവും ഇതുമായിട്ട് സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓയിലാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒലീവ് ഓയിലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ഇതൊന്ന് വേവട്ടെ. ഇതൊന്ന് വെന്ത് കിട്ടണം, കാരണം നമ്മുടെ ബാക്കിയുള്ള ക്യാപ്സിക്കവും സവാളയും തക്കാളിക്കും ഒന്നും അത് വേവണ്ട, അത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പക്ഷെ ചിക്കൻ നമുക്ക് വെന്ത് കിട്ടണം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കത് ചേർക്കാം. ചിക്കൻ വെന്തു. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റും സവാളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് കുരുമുളക് പൊടി. പ്രധാനമായും ഇത് കുട്ടികളെ ഉദ്ദേശിച്ചുള്ള സ്നാക്കാണ്. ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി, ഒരുപാട് വേവണ്ട. ഒരു പിഞ്ച് ഉപ്പ്, ഉപ്പ് ആവശ്യം. ഉപ്പ് കൂടണ്ട, കാരണം നമ്മുടെ ചീസിലൊക്കെ ഉപ്പ് കാണും. ഇളക്കി കൊടുക്കുക. ഒരുപാടങ്ങ് വഴലണ്ട. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമുക്ക് കഴിക്കുമ്പം കടിക്കാൻ കിട്ടണം, അതായത് അതങ്ങ് വെന്ത് പോകരുത്. എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഈ സമയത്ത് നമുക്ക് ബ്രെഡ് എടുക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പാനിൽ തന്നെ ബ്രെഡ് വയ്ക്കുക. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോസ്, പിസ്സ സോസ് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഹെൽത്തി ഡിഷാണിത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പപ്സിനേക്കാളും എല്ലാം എന്തുകൊണ്ടും നല്ലത് ഇത് തന്നെയായിരിക്കും. ഇതിലേക്ക് നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം.
ഗ്രേറ്റഡ് ചീസ് കിട്ടും, മോസറല്ല ചീസൊക്കെ കിട്ടും. അതാണെങ്കിൽ ഗ്രേറ്റിംഗ് ഒഴിവായി കിട്ടും. എനിക്കിപ്പോൾ കിട്ടിയത് ഇതാണ്. ഏത് ചീസായാലും നമുക്ക് ചെയ്യാം. ചീസിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കണം. അപ്പം ചീസ് ഒരു ലെയർ ഗ്രേറ്റ് ചെയ്തു. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ചിക്കനും എല്ലാം വെച്ച് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിം ഇടരുത്, ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒരു പീസ് ചിക്കൻ മതി. പിന്നെ നമ്മുടെ വീട്ടിലുള്ളതല്ലേ, സവാള ആയാലും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ആയാലും കുട്ടികൾക്ക് കണ്ടാലും ഇഷ്ടമാവും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. മുകളിലൊരു ചെറിയ ടോപ്പിംഗ് കൊടുത്താൽ മതി ചീസിൻ്റെ. താഴത്തെ കൊടുത്ത അത്ര പോലെ കുറേ ചീസ് വേണ്ട. നമുക്കിത് അടച്ചു വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ചീസ് മെൽറ്റായെന്ന് കിട്ടട്ടെ. ചീസൊക്കെ മെൽറ്റായോ നോക്കാം. ഹായ്, നല്ല ചീസൊക്കെ മെൽറ്റായി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ബ്രെഡ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്യണം. നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തായി ഒരു ബെൽ ബട്ടൺ കാണാം. അത് അമർത്തിയാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കും. താങ്ക്